വിശ്വാസികൾ തങ്ങളുടെ ധാർമ്മികതയെപ്പറ്റിയ ജാഗ്രതയുള്ളവരായിരിക്കണം. പെരുമാറ്റം ബുദ്ധിപൂർവവും വിവേകപൂർണവുമായിരിക്കണം. ഉറുമ്പരിക്കുന്നത് പോലെ തിന്മ മനുഷ്യനിൽ ചെറുതായി ആരംഭിച്ച് ക്രമേണ പ്രാബല്യം പ്രാപിച്ച് കാർന്ന് തിന്നുമെന്നതിനാൽ ഈ തിന്മയുടെ കാലത്ത് സമയം നഷ്ടപ്പെടുത്താതെ സത്പ്രവർത്തികൾക്കായി സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മോടും തലമുറയോടുമുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം. അതിന് ജ്ഞാനം ആവശ്യമാണ്. സത്യത്തിൽ ദൈവമാണ് ജ്ഞാനം. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുന്ന വിശ്വാസി അതിനായി പ്രാർത്ഥനയാകുന്ന ധൂപപർവം പരിമളവാസനയായി ദൈവത്തിന് സമർപ്പിച്ചാൽ അവിടുന്ന് അത് പരിശുദ്ധാത്മ വരമായി നൽകിത്തരും. ശലോമോൻ ആവശ്യപ്പെട്ടത് അതാണ്. എന്നാൽ കർത്താവ് ജ്ഞാനത്തോടൊപ്പം സകലതും അവന് നൽകി. അതുകൊണ്ട് ജ്ഞാനം സമ്പാദിക്കുക. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ജ്ഞാനത്തിനായി യെശയ്യാ പ്രവചനം 11:2 ഉരുവിടുന്നത് നല്ലതാണ്. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവാഭക്തിയുടെയും ആത്മാവ് തന്നെ. ജ്ഞാനമില്ലാത്തവരും ജ്ഞാനികളും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ ജ്ഞാനമില്ലാത്തവർ വർത്തമാനകാലത്തേക്ക് മാത്രമായി ജീവിക്കുന്നു. ഇതിനെ ഗ്രീക്കിൽ ഹെഡോണിസം എന്ന് പറയുന്നു. അതായത് ലോകത്തിൻ്റെ സുഖം ആവുന്നിടത്തോളം അനുഭവിച്ച് ഇവിടുന്ന് മൺമറയുക. അതേസമയം ജ്ഞാനികൾ ക്രിസ്തുവാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നും ഭരണാധികാരിയെന്നും മനസ്സിലാക്കി നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. അവനോടൊപ്പമുള്ള വാസം. പ്രിയമുള്ളവരെ, നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്താണ്? നമ്മുടെ നോട്ടം ലോകത്തിലേക്കോ അതോ ദൈവത്തിലേക്കോ? നമ്മുടെ ജീവിതം താൽക്കാലികമോ അതോ നിത്യമായിട്ടുള്ളതോ? ചിന്തിക്കുക. ദൈവനാമം നമ്മിൽ കൂടി മഹത്വപ്പെടട്ടെ. ആമീൻ.